എന്തോ? എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എങ്ങനെ വിശക്കാതിരിക്കും? നിനക്ക് ക്ഷയമല്ലേ? ആശാന് വല്ല കുഴപ്പവും? നിന്റെ തന്തയ്ക്കാണ് കുഴപ്പം, എനിക്കൊരു കുഴപ്പവുമില്ല. ആഹാരം കഴിച്ചിട്ട് ദിവസം കുറയായി. ഞാൻ പോവാ. നീ പോ, ആഹാരം തേടി പോ. കൂട്ടത്തിൽ കുറച്ചെനിക്കും കൊണ്ടുവരൂ. ചെല്ലൂ. എത്ര സുന്ദരിയായ പെൺകുട്ടിയാണെന്നറിയാമോ ആ അമ്മയുടെ ഒരേ ഒരു മകൾ. നീ ആ പെങ്കൊച്ചുമായി എന്തെങ്കിലും? ഒരു കൊച്ചു കുട്ടിയെ പോലെ പഴകുന്ന അതിനോട് എത്തു തോന്നാണ്. എന്റെ കാര്യമാണ് കഷ്ടം. പ്രേമം, പൊരിഞ്ഞ പ്രേമം. എന്നാ പിന്നെ കല്യാണം നടത്തണം. നടത്തിക്കളയാം. നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ജനാർദ്ദൻ. അയ്യോ, ഞാൻ രാജശേഖരൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടേ. സാറന്മാര് കല്യാണക്കാരും പറയുന്നത് കേട്ടു. എപ്പോഴാണ് എന്ന് ചോദിക്കാന്ന് വെച്ചു. ഓ, അത്രേ ഉള്ളു. താനെന്താ കളിയാക്കുകയാണോ? ആശാനെ, സാറന്മാർക്ക് ദേഷ്യം വരുന്നുണ്ട്. മിസ്റ്റർ പ്രേം, സുഖു, ഒരു കാര്യം, രണ്ടുപേരും ഇപ്പോഴുള്ള ഉദ്യോഗം അങ്ങ് രാജിവെച്ച കൊള്ളാം. മേലിൽ രണ്ടിനെയും ഈ പരിസരത്ത് കണ്ടുപോരുത്. താൻ ഇവിടുത്തെ ഗവർണർ ആയിരിക്കും. തോന്നിയ ദിവസം പറയുന്നൂടാ. ഇല്ലേ, പറയില്ലേ? ഈ മിലിറ്ററി പ്രസ്ഥാനമൊന്നും ഞങ്ങളോട് വേണ്ട. നമ്മളൊക്കെ ഒരു നാട്ടിൽ നിന്ന് വന്നവരല്ലേ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണം. പ്രേമിന്റെ സഹോദരിയുടെ മാരേജിനുള്ള പണം ഞാൻ അയച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അത് പ്രേമിന് തോന്നുന്നതാ. പ്രേം എന്റെ മകൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ത്യാഗമാണ്. ആ മനസ്സിന്റെ മുമ്പിൽ പണവും പ്രതാപവും എല്ലാം തലകുനിക്കും. എല്ലാം അമ്മയുടെ ഇഷ്ടം. ഇന്ന് സ്വപ്നയുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. പ്രേമിനെ കൂട്ടി പോകാൻ അവൾ കാത്തിരിക്കുകയാണ്. പോയിട്ട് വരൂ പ്രേം. ഞങ്ങൾ പോയിട്ട് വരാമേ. വരൂ.